നമസ്കാരം. നമ്മുടെ നാട്ടിലെ ചില പ്രമുഖരുണ്ടല്ലോ, എല്ലാവരും അല്ല, ചിലർ. അവര് എത്ര കിട്ടിയാലും പഠിക്കില്ല, ഒരിക്കലും നന്നാവത്തുമില്ല. അവർ ശീലിച്ചു വെച്ചേക്കുന്ന ചില നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. വൃത്തികെട്ട സ്വഭാവം, പബ്ലിക്കിന്റെ മുമ്പിൽ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത സ്വഭാവം. അത് അവർ ഒരിക്കലും മാറ്റാൻ തയ്യാറാകത്തില്ല. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കും. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എത്ര ചീത്തവിളി കിട്ടിയാലും, നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് കിട്ടിയാലും, ഈവൻ അവരുടെ ഇമേജ് ഇടിഞ്ഞു താണാലും അവരത് മാറ്റാൻ തയ്യാറാകത്തില്ല. ചില സന്ദർഭങ്ങളിൽ നല്ല രീതിയിലുള്ള തിരിച്ചടി കിട്ടുന്ന സമയത്ത് പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്വഭാവം മാറ്റിവെച്ചേ എന്നുള്ളൊരു ഇമേജ് അവർ സൃഷ്ടിക്കാറുണ്ട്. പിന്നെ ഈ പബ്ലിക്കൊക്കെ വേറെ രീതിയിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചു കഴിയുമ്പോൾ ഇവർ പയ്യെ ആ സ്വഭാവം പിന്നെയും തിരിച്ചെടുക്കും. എന്നിട്ട് അതേ സ്വഭാവത്തിൽ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെയും തിരിച്ചടി കിട്ടും. അപ്പൊ കുറച്ച് നാൾ മുമ്പ് ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയമുണ്ടായി. ഹണി റോസിന്റെ ശരീരഘടനയെക്കുറിച്ച് ഡബിൾ മീനിങ് ഉള്ള പരാമർശങ്ങളൊക്കെ ബോബി ചെമ്മണ്ണൂർ നടത്തി എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വിഷയമുണ്ടായത്. ഹണി റോസ് കൊണ്ട് കേസൊക്കെ കൊടുത്തു. ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബോബി ചെമ്മണ്ണൂർ കുറച്ച് ദിവസം ജയിലിലൊക്കെ കിടന്നു. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിന് പിന്നെ ആ നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി ഒക്കെ ഒന്ന് മാറി പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. എല്ലാ നെഗറ്റിവിറ്റിയും ഹണി റോസിന്റെ തലയിലേക്ക് പോയി. അത് കഴിഞ്ഞാണ് നമ്മുടെ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയുടെ അന്ന് കോഴിക്കോട്ടേക്ക് കുംഭമേള വൈറൽ ഗേളായിട്ടുള്ള മൊണാലിസയെ ബോബി ചെമ്മണ്ണൂർ എത്തിച്ചത്. അതോടുകൂടിയിട്ട് ഉണ്ടായിരുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി മുഴുവനായിട്ട് മാറി എല്ലാ പബ്ലിസിറ്റിയും പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. കൂടാതെ തന്നെ അദ്ദേഹത്തിന് നല്ല ബിസിനസ് നേട്ടവും ഉണ്ടായി. കുറച്ച് പൈസ മുടക്കിയെങ്കിലും വലിയ രീതിയിലുള്ള പബ്ലിസിറ്റിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. നാഷണൽ ടെലിവിഷൻ മുഴുവനായിട്ടും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത പബ്ലിഷ് ചെയ്തു. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തില് നമ്മൾ വിചാരിച്ചു, അദ്ദേഹത്തിന്റെ സ്വഭാവം മാറിയല്ലോ, ഈ ഡബിൾ മീനിങ് ഒക്കെ പറയുന്ന ഡബിൾ മീനിങ് പരാമർശങ്ങളൊക്കെ നടത്തുന്നത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, നന്നായി എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ആ സമയത്ത് ഞാൻ ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്ത ഇന്നിപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനകത്ത് അദ്ദേഹം സംസാരിക്കുന്ന ചില വാക്കുകൾ, ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, അതിലൂടെ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഈ ഡബിൾ മീനിങ് പറയുന്നത് ഒരിക്കലും നിർത്തിയിട്ടില്ല. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് സൈലന്റ് ആയിട്ടിരിക്കുന്നു എന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മൊണാലിസയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് 16 വയസ്സേ ഉള്ളൂ. പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. ഇന്ത്യൻ നിയമപ്രകാരം പ്രായപൂർത്തിയായിട്ടില്ല. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഗ്രാൻഡ് ഡോട്ടർ ആവാനുള്ള പ്രായം, അത്രയും പ്രായമേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ മകളാകാനുള്ള പ്രായം. അപ്പം മകളാകാൻ പ്രായമുള്ള ഒരു കുട്ടിയുടെ അടുത്ത് സംസാരിക്കേണ്ട രീതിയിലായിരുന്നില്ല ചില വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പം ഏതായാലും ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. എന്നിട്ട് കാണുന്ന നിങ്ങൾ തന്നെ പറ, ആ ഉപയോഗിച്ച വാക്കുകൾ ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ളത്. എന്തായാലും ഞാൻ കാണിച്ചു തരാം. आप सेलिब्रिटी हो गए ना, इसके बाद आपका वो माला वगैरह बेचता है ना, वो बिजनेस सब बंद हो गया है क्या? मम्मी पापा बेचते हाँ, फादर मदर कचौड़ा मिटला കളിയില്ല, അത് പാരന്റ്സ് ഇപ്പോൾ നടത്തുന്നുണ്ട്. मैं तो बेचने के लिए जाती तो लोग परेशान करते हैं ना, इनकी वजह से नहीं जाती. ഇനിയിപ്പോ പോകുമ്പോ ആൾക്കാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലയമേലേക്ക് അല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലയമേലേക്ക് അല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. കേട്ടില്ലേ? ഇത് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞിട്ട് വാർത്താ സമ്മേളനം പോലെ വിളിച്ചു കൂട്ടിയതാണ്. ഈ വാർത്താ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് മൊണാലിസയ്ക്ക് ഒരു ഡയമണ്ട് മാലയൊക്കെ തന്നെ ഇയാൾ സമ്മാനിച്ചത്. അപ്പൊ ഇതിനകത്ത് മൊണാലിസ പറയുവാണ്, വൈറലായതോട് കൂടിയിട്ട് തനിക്ക് മാല വിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല, ആൾക്കാർ തന്നെ ശല്യം ചെയ്യുവാണ്. ഇപ്പൊ മാലയൊന്നും വാങ്ങുന്നില്ല, പകരം ആൾക്കാർ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇപ്പൊ മാല വിൽക്കാൻ പോകാത്തത് എന്നാണ് മൊണാലിസ പറയുന്നത്. ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് മാധ്യമങ്ങൾക്ക് തർജിമ ചെയ്ത് കൊടുക്കുവാണ് ബോബി ചെമ്മണ്ണൂർ. തർജിമ ചെയ്ത് കൊടുത്ത വാക്കുകൾ നിങ്ങളൊന്ന് സൂക്ഷിച്ചേ. മാലയിലോട്ടല്ല ഇപ്പൊ ശ്രദ്ധിക്കുന്നത്, വേറെ പലയിടത്തോട്ടുമാണ്. ഏത് പലയിടത്ത്? എന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ചില ആൾക്കാർക്ക് ഇത് തമാശ പറഞ്ഞതല്ലേ എന്നൊക്കെ തോന്നും. എനിക്കിത് തമാശയായിട്ട് തോന്നുന്നില്ല. എനിക്കിത് ഡബിൾ മീനിങ് ആയിട്ടാണ് തോന്നുന്നത്. പുള്ളിക്കാരൻ ആ പറഞ്ഞത് ശരിയായില്ല എന്നിട്ടൊരു ഒരു വളിച്ച ചിരിയും. 16 വയസ്സുള്ള പെൺകുട്ടിയല്ലേ, അതിന്റെ വേറെ എങ്ങോട്ടേക്ക് നോക്കുന്നു എന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. മാധ്യമങ്ങളുടെ മുമ്പിൽ വഷളത്തരം പറയാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വഭാവം പതിയെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതിന്റെ സൂചനയല്ലേ അത്? അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞത്, മൊണാലിസ പറഞ്ഞത് അതേപോലെ തർജിമ ചെയ്യുക. അതേപോലെ തർജിമ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ്, ഇപ്പൊ മാല വിൽക്കാൻ പറ്റുന്നില്ല, ആൾക്കാർ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയാണ് മൊണാലിസ പറഞ്ഞത്. പകരം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ എന്താണ്,
മാല ഇപ്പൊ വാങ്ങിക്കുന്നില്ല, മാലയിലോട്ടല്ല ആൾക്കാർ നോക്കുന്നതെന്ന് പോലും പറഞ്ഞില്ല, മാലയിലോട്ടല്ല ആൾക്കാർ നോക്കുന്നത്, വേറെ പലയിടത്തോട്ടുമാണ്. എങ്ങനെ ഇരിക്കുന്നു? ഇനിയും കഴിഞ്ഞിട്ടില്ല, വേറൊരു ഭാഗവും കൂടി ഞാൻ കാണിച്ചു തരാം. आपको कोई लवर है? नहीं, कुछ भी नहीं. मम्मी तो पापा है. കേരള से कुछ प्लान है ऐसा? മലയാള കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും? എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും? नहीं, अच्छा, ऐसा कुछ प्लान है ऐसा? മലയാള കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും? എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും? नहीं. മൊണാലിസയ്ക്ക് ലവർ ഉണ്ടോ എന്നാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. 16 വയസ്സല്ലേ ആ പെൺകുട്ടിക്കുള്ളൂ. 16 വയസ്സുള്ള ആൾക്കാരൊക്കെ ലവേഴ്സ് ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഇന്റർവ്യൂവിന് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചൂടെ? ഈ ക്ലീഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ? ഈ ക്ലീഷയൊക്കെ എന്നാ ഇനിയും കേരളത്തിലെ മാധ്യമങ്ങൾ വിട്ടുപിടിക്കുന്നത്? ഓക്കെ, ബാക്ക് ടു ബോബി ചെമ്മണ്ണൂരിന്റെ ആൻസർ നിങ്ങൾ കേട്ടോ. എന്നെ ഉദ്ദേശിച്ചല്ലെന്ന്. അയാളെ ആരെങ്കിലും ഉദ്ദേശിക്കുവോ? ആ കൊച്ചിന്റെ അച്ഛനാകാനുള്ള പ്രായമുള്ള ആ വ്യക്തിയെ ആരെങ്കിലും ഉദ്ദേശിക്കുവോ? ഇത് കാണുമ്പോൾ മിക്ക ആൾക്കാർക്കും തമാശയായിട്ട് തോന്നത്തുള്ളൂ, തെറ്റ് തോന്നത്തില്ല. പക്ഷെ പുള്ളിക്കാരൻ അത് തെറ്റായിട്ട് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്ത് തമാശയാണ് പുള്ളിക്കാരൻ ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ഹിഡൻ ആക്കി വെച്ചേക്കാണ്. പുള്ളിക്കാരന്റെ ആ ഒരു വഷളത്തരം മാറ്റാൻ പുള്ളിക്കാരൻ തയ്യാറാകുന്നില്ല. പക്ഷേ ഇപ്പൊ കുറച്ച് നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി കഴിഞ്ഞതുകൊണ്ട് പുള്ളിക്കാരൻ പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഷിഫ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും അറിയാതെ വായിൽ നിന്ന് ഇങ്ങനെ വീഴുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വളിച്ച് ചിരിയും അങ്ങോട്ട് ചിരിക്കും. അപ്പുറത്തിരിക്കുന്നത് 16 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് എന്നുള്ള ചിന്ത പോലും ഇല്ലാതെയാണ് ഈ വളിച്ച് ചിരിച്ചോണ്ടിരിക്കുന്നത്. ആ പെൺകൊച്ചിന് മലയാളം അറിയാത്തത് എന്തോ ദൈവഭാഗ്യം, ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ. എന്നിട്ട് എന്നെ ഉദ്ദേശിച്ചല്ലെന്ന്. പിന്നെ ഇയാളെ ആരുദ്ദേശിക്കും? 16-കാരിയോട് ചോദിക്കുവാണ് ലവർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഉദ്ദേശിച്ചല്ല. വെരി ബോറായിട്ടുണ്ട്. ഒരു ബിസിനസ്സുകാരനല്ലേ ഒന്നുമില്ലേലും, കോടിക്കണക്കിന് രൂപ കയ്യിലിട്ട് മറിക്കുന്ന വ്യക്തിയാണ്, ഒരു ബിസിനസ്സുകാരനാണ്. അപ്പൊ പുള്ളിയുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാശ് കൊടുത്ത് വിളിച്ചു വരുത്തിയേക്കുന്ന വ്യക്തിയാണ്. അപ്പൊ എനിക്ക് എന്തും പറയാം, എനിക്ക് എന്തും ചെയ്യാം, എനിക്ക് എന്തും കാണിക്കാം, എനിക്ക് എന്ത് വഷളത്തരവും കാണിക്കാം, എനിക്ക് എന്ത് നെഗറ്റീവും പറയാം. അതൊക്കെ ആൾക്കാർ ചിരിച്ചു തള്ളിക്കോണം. അപ്പൊ ഇതിനെയൊക്കെ ആൾക്കാർ ചിരിച്ചു തള്ളുന്നത് കൊണ്ടാണ് പ്രശ്നം. അവിടെ ആരെങ്കിലും അതിനെ ഒന്ന് എതിർത്തെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചത് സംസാരിച്ചെങ്കിൽ ഈ പ്രശ്നം അവിടെ അവസാനിച്ചേനെ. ഹണി റോസ് ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറയട്ടെ. ഈ സംഭവം ഉണ്ടായപ്പോഴായിരുന്നു കേസ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ ഹണി റോസ് അത് ചെയ്തില്ല. അത് ഹണി റോസിന്റെ മിസ്റ്റേക്കാണ്. ഡബിൾ മീനിങ് പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ ഇവരുടെയൊക്കെ വായ അടപ്പിക്കണം. ഇതുപോലെയുള്ള കുറെ വഷളത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ തമാശയാണേ പറഞ്ഞത്, ഞാൻ വഷളത്തരം അല്ല പറയുന്നത്, ഞാൻ ഡബിൾ മീനിങ് അല്ല പറയുന്നത്, തമാശ മാത്രമാണ് പറഞ്ഞത്, അതിനെയൊക്കെ ചിരിച്ചു തള്ളിയാൽ പോരെ? നമ്മൾ ചിരിച്ചില്ലെങ്കിൽ പറയും നമുക്ക് ഹ്യൂമർ സെൻസ് ഇല്ലെന്ന്. ഇതാണല്ലോ വലിയ ഹ്യൂമർ. ഇതിനെ എങ്ങനെ ഹ്യൂമറായിട്ട് എടുക്കാൻ പറ്റും? അച്ഛൻ്റെ പ്രായമുള്ള ഒരുത്തൻ പറയുവാണ് എന്നെ ഉദ്ദേശിച്ചല്ല, പിന്നെ ആരെ ഉദ്ദേശിച്ച? ഇയാളെ ഉദ്ദേശിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെയൊക്കെ തമാശയായിട്ട് കാണുന്ന കുറച്ച് മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. കുറച്ചല്ല, 90% മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇതൊന്നും തമാശയല്ല എന്ന് മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. ചില കാര്യങ്ങൾ നിർത്തിക്കേണ്ടടുത്ത് അപ്പം തന്നെ നിർത്തിക്കുക. അങ്ങനെ നിർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ? പബ്ലിക് ഒപ്പീനിയൻ ഷിഫ്റ്റ് ആകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. എല്ലാ പ്രശ്നവും എല്ലാ നെഗറ്റിവിറ്റിയും ഹണി റോസിന്റെ തലയിലേക്ക് വന്നു. അതിനെ പറ്റിയിട്ട് ഞാൻ ഇതിനകത്ത് സംസാരിക്കുന്നില്ല. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായതുകൊണ്ടാണ് പുള്ളിക്കാരന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ആരെ അപമാനിക്കാനോ ആരെയും വഷളത്തരം പറയാനോ ആർക്കും അവകാശമില്ല. ഒരാൾ ഒരു ഡ്രസ്സ് ഇട്ടു അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ ഇങ്ങനെ നടന്നു എന്ന് വെച്ചിട്ട് അവരെക്കുറിച്ച് വഷളത്തരം പറയാനോ അവരെക്കുറിച്ച് മോശമായിട്ട് കമൻ്റ് ഇടാനോ ആർക്കും അവകാശമില്ല. അതേപോലെ തന്നെ പുള്ളിക്കാരൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവൃത്തി അത് തെറ്റ് തന്നെയാണ്. അത് തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവരും തയ്യാറാകുക. ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ വഷളത്തരം പറഞ്ഞ് തമാശ രൂപേണയുള്ള വഷളത്തരം പറയുമ്പോൾ അത് നിർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം.